വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് ഷോയെ പറ്റിയാണ്. ഈ ഷോയെ പറ്റി പറയുമ്പോൾ തന്നെ നോർമലി ആളുകൾക്കെല്ലാം മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൈ ഇൻറ്റൻസ് ഡ്രാമ, ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ്, ഫൈറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ഇതൊക്കെ നമ്മൾ ചില സമയത്തെങ്കിലും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വൈ ദേ ഫൈറ്റ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിന് ഉണ്ടാകുന്ന കാരണങ്ങളാണോ? സോ ഇന്ന് നമ്മൾ ഒരു സൈക്കോളജിക്കൽ വ്യൂ പോയിൻറ്റിൽ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അനലിറ്റിക്കൽ വ്യൂ പോയിൻറ്റിലാണ് ഈ ഷോയുടെ ഒരു രീതി, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി എങ്ങനെയാണ് ഇതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അവിടെ ഉള്ള കണ്ടസ്റ്റൻറ്റിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് വി ഓൾ നോ ദാറ്റ് ദിസ് ഈസ് ഇൻ റാൻഡം ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ എൻ്റർടൈൻമെൻറ്റ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ എക്സ്പെരിമെൻറ്റ്, psychological experiment on television. മാസ്ലോസ് ഹൈറാർക്കി അറിയാത്ത ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിസിനസ് സൈഡിൽ അല്ലെങ്കിൽ സൈക്കോളജി സൈഡിൽ എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാ സൈക്കോളജിയുടെ ഒരു ചെറിയ രീതിയിലുള്ള എലമെൻറ്റ്സ് എങ്കിലും യൂസ് ചെയ്യുന്ന ഏതൊരു ഫീൽഡിലും മാസ്ലോസ് ഹൈറാർക്കിയെ പറ്റി അറിയാത്തവരാരും ഉണ്ടാവില്ല. പക്ഷേ ഈ മാസ്ലോസ് ഹൈറാർക്കി എന്ന് പറയുന്നത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടൊരു തിയറിയാണ്. അതായത് ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും, അതായത് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. സോ ഇവിടെ മാസ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് തിയറി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തിയറി കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു ഹൈറാർക്കിയൽ മോഡൽ. ഈ മാസ്ലോസ് ഹൈറാർക്കിയെ പറ്റി നമ്മൾ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ്സാണ്. അതായത് ഒരു മനുഷ്യന്, ഒരു വ്യക്തിയുടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നീഡ്സ് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതൊക്കെ തരത്തിൽ നമുക്കെല്ലാവർക്കും മുന്നോട്ട് ജീവിക്കുന്നതിനും, അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മളൊരു ഡ്രൈവ് ഉണ്ടാവും. ആ ഡ്രൈവിനെ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ മോട്ടീവിനെ പറ്റിയാണ് മാസ്ലോസ് ഹൈറാർക്കി കൂടുതലായിട്ടും സ്പെസിഫൈ ചെയ്യുന്നത്. മാസ്ലോസ് ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു പിരമിഡ് ടൈപ്പിലായിരിക്കും അതിനെ കണ്ടിട്ടുണ്ടാവുക. അതായത് ഒരു ബേസ് ലെവലിൽ ബേസിക് നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, അങ്ങനെ മേളിലേക്ക് പോയി സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു ലെവലിലായിരിക്കും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മാസ്ലോയുടെ ഹൈറാർക്കി കാണുന്നത് ഒരു ഓവർലാപ്പിംഗ് ലെയർ സിസ്റ്റത്തിലാണ്. അതായത് ഹൈറാർക്കി എന്ന് പറയുന്ന സമയത്ത് മാസ്ലോ തിയറി അനുസരിച്ച് ബേസിക് ലെവലെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു വ്യക്തി അടുത്ത ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പിന്നീട് ആ തിയറിയിലുണ്ടായ മാറ്റത്തിലൂടെ നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യം. പക്ഷേ ആക്ച്വലി മാസ്ലോ പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ആർ സെറ്റ് ഓഫ് തിയറീസ്. അതിൽ ബേസ് ലെവൽ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലെവലിനേക്കാൾ ഉപരി അതിലൊരു ഓവർലാപ്പിംഗ് സിസ്റ്റം ഉണ്ടാവും. അതായത് കുറച്ച് ടൈപ്പ് ഓഫ് ലെയേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് ടൈപ്പ് ഓഫ് നീഡ്സ് ചില വ്യക്തികളിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. അത് സാഹചര്യത്തിനനുസരിച്ചും ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചും ഒക്കെ ചേഞ്ച് ഉണ്ടാവും. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു തിയറി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്, അതായത് ബേസിക് നീഡ്, ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, അല്ലെങ്കിൽ റെസ്റ്റ്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡെന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അതിൽ ഒരു ത്രെട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഒരു മിനിമലായിട്ടല്ല, ഒരു ക്രോണിക് ലെവലിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളൊരു ത്രെട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. അയാളുടെ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉറക്കം മെയിൻലി അവർ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഫുഡ് ആൻഡ് സ്ലീപ്പാണ്. അതായത് ഫുഡിൽ ഒരു പ്രത്യേക തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കും. അതായത് നമുക്കറിയാം, ഒരു റേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഫുഡ് റെസ്ട്രിക്റ്റ് ആവും. അതായത് അവിടെ വന്നിരിക്കുന്ന പല കണ്ടസ്റ്റൻറ്റുകളും പല ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ അവിടെ ഒരു ജനറലൈസ്ഡ് ക്വാണ്ടിറ്റിയിലേക്ക് ഈ ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം ചേഞ്ച് ആവും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഉറക്കം. ഒരുപാട് ടാസ്കുകൾ കൊടുക്കും പതുക്കെ. ഓരോ ടാസ്കുകൾ കൊടുത്തെന്ന് വെച്ചാൽ എനർജി ഡ്രെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ടാസ്കുകൾ കൊടുത്ത് ഒരു വ്യക്തി ടയേർഡ് ആവുന്നു. അയാൾക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടുന്നതിന് മുമ്പ് തന്നെ രാവിലെ നമ്മളെല്ലാവരും കാണുന്നതാണ്, ഷോയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ലൗഡായിട്ടുള്ളൊരു മ്യൂസിക് ഇട്ടിട്ടാണ്. ഒരു സാധാരണ രീതിയിൽ നമ്മൾക്കറിയാം, ഉറങ്ങുന്ന ഒരു വ്യക്തി, നമ്മളെല്ലാവരും ഉറങ്ങുന്ന വ്യക്തികളാണ്. നമ്മളൊരു വളരെ ലൗഡായിട്ടുള്ള സഡൻ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു മ്യൂസിക് നമ്മുടെ ഉറക്കത്തിൻ്റെ അലാറമായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ
നമുക്കറിയാം നമ്മുടെ മൂഡ് എങ്ങനെയായിരിക്കും ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുക. അതായത് അവർ ഒരു നമ്മളെല്ലാം പറയില്ലേ, നമ്മളെല്ലാം വി ആർ ഇൻ കൺട്രോൾ എന്ന് പറയുന്ന ആ കൺട്രോളിൽ നിന്ന് ഒരു അൺകൺട്രോൾഡ് ലെവലിലേക്ക് ഓരോ കണ്ടസ്റ്റൻറ്റിനെയും കൊണ്ടുവരിക എന്നുള്ളതാണ് ബേസിക് നീഡ് വെച്ചിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ് ആണ്. സേഫ്റ്റി നീഡ്സിൽ സെക്യൂരിറ്റി, പ്രഡിക്റ്റബിലിറ്റി, കൺട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരാർത്ഥിക്ക്, ഒരു കണ്ടസ്റ്റൻറ്റിന് ഒരിക്കലും സ്റ്റേബിളായിട്ടുള്ള ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു ടൈം പോലും ഉണ്ടാകാൻ പാടില്ല. ഓൾവേസ് അൺസർട്ടനിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഐ ആം സേഫ് എന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റൂൾസിലുണ്ടാവുന്ന പെട്ടെന്ന് റൂൾസിലുണ്ടാവുന്ന ചേഞ്ചസ്. കാരണം ബിഗ് ബോസിന് എന്തും ചെയ്യാം. ബിഗ് ബോസിന് റൂൾ ചേഞ്ച് ചെയ്യാം, വൈൽഡ് കാർഡ് എൻട്രി വഴി ആരെ വേണമെങ്കിലും അകത്തേക്ക് കയറ്റാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു വേറൊരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചെറിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ ആ വ്യക്തി വേണമെങ്കിൽ അടുത്ത ഒരു നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ നോമിനേഷനിലോ ഒക്കെ വന്നിട്ട് എവിക്റ്റായി പോവാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ ഓരോ കണ്ടസ്റ്റൻറ്റിനെ അൺസർട്ടൺ ആക്കിക്കൊണ്ടിരിക്കും. കാരണം പ്രഡിക്റ്റബിലിറ്റി എപ്പോഴും മിനിമൈസ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ഈ പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഓരോ കണ്ടസ്റ്റൻറ്റും അതേ രീതിയിലുള്ള സ്ട്രെസ്സ്, ഹൈ സ്ട്രെസ്സ്, ആൻസൈറ്റി, ഈവൻ പാനിക് അറ്റാക്ക് വരെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ചില ആളുകൾ ഇപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ കൂടെ പെട്ടെന്ന് സംശയങ്ങളുണ്ട്. അതായത് ബീങ് പാരനോയിഡായി തുടങ്ങും. അതായത് ഇവർ എന്നെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഇവരെല്ലാവരും കൂടെ എന്നെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തിയെ അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട് ആണെങ്കിൽ കൂടെ ചിലപ്പോൾ എനിക്ക് ഈ വ്യക്തിയെ സംശയിക്കാം, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇവൻ എനിക്കിട്ട് പണി തരാനാണോ എന്നൊക്കെയുള്ള തരത്തിലുള്ള പല രീതിയിലുള്ള അൺസർട്ടനിറ്റി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ സംശയങ്ങളുണ്ടാക്കി ഒരു വ്യക്തിയെ എപ്പോഴും അലേർട്ടായിട്ട് ആൻഷ്യസ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ സെക്കൻഡ് ലെയർ യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ് ആണ്. ലവ് ആൻഡ് ബിലോങ്ങിങ് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ്, അക്സെപ്റ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഹ്യൂമൻസ് ആർ സോഷ്യൽ ആനിമൽസ്. അതുകൊണ്ട് തന്നെ വി ഓൾ വാണ്ട് ടു ഫീൽ ക്ലോസ് ടു സമ്മൺ, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാനും ഒക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ഒരു റിയൽ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തിട്ട് ഒരു മാക്സിമം 20 കണ്ടസ്റ്റൻ്റൊക്കെ ഉള്ള ഒരു ചെറിയ ലോകത്തിലേക്ക് ഓരോ വ്യക്തിയും കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഒരു അക്സെപ്റ്റൻസിനോ ഫ്രണ്ട്ഷിപ്പിനോ ഇമോഷണൽ ബോണ്ടൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു സാധ്യത വളരെ ഇൻറ്റൻസിഫൈ ചെയ്യും. ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ക്ലോസ്ഡ് സർക്കിളിലുള്ളത് കൊണ്ട് തന്നെ അവരുമായിട്ട് ഓരോ വ്യക്തിയായിട്ടും മിങ്കിൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു സാധ്യത വളരെ കൂടുതൽ. അതുപോലെ തന്നെ സീക്രട്ട് ടാസ്കുകൾ, ഇത് ഈ ഇമോഷണൽ ബോണ്ടിനോടൊപ്പം തന്നെ സീക്രട്ട് ടാസ്ക് കൊടുക്കുക, ടാർഗറ്റ് ടാസ്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ജലസി ഉണ്ടാവുക, ബിട്രയൽ ഉണ്ടാവുക, ഹെഡ് ബ്രേക്ക് ഉണ്ടാവും. ഇതിനൊക്കെയുള്ള റീസൺ എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് മറ്റൊരു വ്യക്തിയോട് ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവും. അവർ ചിലപ്പോൾ ആ വ്യക്തിയെ വളരെ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആൾ ഒരു ബിലോങ്ങിങ് ഫീൽ ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് ചില സീക്രട്ട് ടാസ്ക് വരുന്ന സമയത്ത് മറ്റേ വ്യക്തിക്ക് അതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലുണ്ടാകുന്ന വെച്ചാൽ ഞാൻ ഓർത്ത് നമ്മൾ ഭയങ്കര കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷേ നീ എങ്ങനെ ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചില്ല എന്നൊക്കെ തരത്തിലുള്ള രീതിയിലുള്ള ഹെഡ് ബ്രേക്കുകൾ ഉണ്ടാക്കി ഇതിനെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ബിലോങ്ങിങ് നീഡ്സ് വെച്ചിട്ട് ബിഗ് ബോസ് ആക്ച്വലി ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നോമിനേഷനൊക്കെ വരുന്ന സമയത്ത് നോമിനേറ്റ് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയിൽ വരുമ്പോൾ ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഇമോഷണൽ ബോണ്ടുള്ള വ്യക്തിയൊക്കെ ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യും. അപ്പോൾ ആ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മറ്റേ വ്യക്തി വിചാരിക്കുക, ഓക്കെ ഞാൻ വിചാരിച്ചത് നീ എന്നെ നോമിനേറ്റ് ചെയ്യത്തില്ലായിരിക്കും, നമ്മൾ ഭയങ്കര കമ്പനിയായിരുന്നു, പിന്നെ എന്തിനങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള തോട്ട്സ് വരും. അപ്പോൾ ഇവിടെ ഒരു ഗെയിം ചേഞ്ച് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള രീതിയിലാണ് ബിഗ് ബോസ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമൊന്നുമല്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിയൽ ഇമോഷണൽ പെയിൻ ട്രിഗേർഡ് ബൈ ഐസൊലേഷൻ. ദ നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് എക്സ്റ്റീം നീഡ്സ് ആണ്. അതായത് റെസ്പെക്റ്റ്, പ്രൈഡ്, റെക്കഗ്നിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വി ഓൾ നോ ദാറ്റ് അല്ലേ. നമുക്കൊരു സേഫ്റ്റി, ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ഒരു വ്യക്തികൾ പൊതുവെ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും എപ്പോഴും. നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് പേരെ റെക്കഗ്നൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മനുഷ്യന് പ്രത്യേകമായിട്ടുള്ള
അതിനോടൊരു ആഗ്രഹമുണ്ട് ഇൻറ്റേർണലി. ഇത് ബിഗ് ബോസ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതായത് ടാസ്കുകൾ കൊടുക്കുക, അവിടെ ലൂസേഴ്സ് വിന്നേഴ്സ് ഇങ്ങനെയുള്ള ഒരു തരംതിരിവുണ്ടാവും. നമ്മളെപ്പോഴും നോക്കിയാൽ കാണാം, ചില മുന്നോട്ട് പോകും തോറും ഈ ഷോ ടൈറ്റ് ആവുന്നതിനനുസരിച്ച് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ലൂസേഴ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ലൂസർ ബാഡ്ജ് കൊടുക്കും, വിന്നർ ആയിക്കഴിഞ്ഞാൽ വിന്നർ ബാഡ്ജ് കൊടുക്കും. സോ ഈ ബാഡ്ജ് കെട്ടിക്കൊണ്ട് വളരെ എക്സ്പോസ് ചെയ്ത് ഐ എം എ ലൂസർ അല്ലെങ്കിൽ ഐ എം എ വിന്നർ എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കാനായിട്ടൊക്കെ പറയുന്ന ചില ടാസ്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഈ എസ്റ്റീം നീഡിനെ ഹിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില ടാസ്കുകളാണ്. അപ്പോൾ ഈ ടാസ്കുകൾ നടക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും ഈ ഒരു സ്റ്റാറ്റസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി അൺസർട്ടനിറ്റിയിലാണ്, അവർക്ക് ഓൾറെഡി ത്രെട്ടിലാണ്. ദേ ആർ നോട്ട് ഹാവിങ് ഫുഡ്, ഗുഡ് സ്ലീപ്പ്, സർവൈവൽ മോഡ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഒരു സപ്പോർട്ട്, ഫ്രണ്ട്ഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. സോ ഇതിലെല്ലാം കൂടെ പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻറ്റും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് യു ആർ എ ലൂസർ അല്ലെങ്കിൽ വിന്നർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് പോലെയാണ്. അതായത് ദേ വിൽ ഫൈറ്റ് ഫോർ ദ സ്റ്റാറ്റസ് നോ മാറ്റർ വാട്ട്. ഇവരെല്ലാം ഈ സ്റ്റാറ്റസിന് വേണ്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് എന്നെ റെസ്പെക്റ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം സ്വന്തമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ദേ ആർ റിയലി യൂസ്ഡ് ബൈ ബിഗ് ബോസ്. ഒരു ഹയർ ലെവൽ, അതായത് ഓൾമോസ്റ്റ് ലാസ്റ്റ് ലെവലിൽ സെൽഫ് ആക്ച്വലൈസേഷനാണ് വരിക. അതായത് ആ ഒരു ലെയറിൽ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു സീസണിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഓരോ കണ്ടസ്റ്റൻറ്റുകളും അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ സർവൈവലായിട്ടുള്ള നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും അഡാപ്റ്റ് ആവും കുറച്ച് കഴിയുമ്പോൾ. ആ അഡാപ്റ്റേഷനിൽ വന്നു കഴിയുമ്പോൾ അവർ തന്നെ പറയുന്നത് കാണാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഈ ഷോ എന്നെ ഒരുപാട് ഗ്രോ ചെയ്യാനായിട്ട്, എനിക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ എൻ്റെ ഗ്രോത്തിൽ ഒരുപാട് സഹായിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായി, തിരിച്ചറിവുകളുണ്ടായി. സോ ദേ സ്റ്റാർട്ട് റിഫ്ലക്റ്റിംഗ് ദംസെൽവ്സ്. ഇത് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുമ്പോൾ ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ ക്ലീശേ ആയിട്ടുള്ള ക്രിഞ്ചായിട്ടുള്ള സാധനങ്ങളാണെന്നൊക്കെ. പക്ഷേ ഒരു 90% ഓഫ് ടൈം എനിക്ക് പറയാൻ പറ്റുന്നത് ദി ആർ റിയൽ. അവർ ഓരോ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ദ ഷോ ട്രാൻസ്ഫോംഡ് ദം ഇൻ സം എക്സ്റ്റെൻറ്റ്. സോ ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് എപ്പോഴും, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യം ഒരു ഷോ കഴിഞ്ഞ് അത് ഷോയുടെ എൻഡിലേക്ക് എത്തി ആ ഷോയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ഈ ഒരു ഷോയുടെ ഒരു ഡൈനാമിക്സ്, സൈക്കോളജിക്കൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് കണ്ട 4 ലെയറിലായിരിക്കും സംഭവിക്കുക. ഇനി എപ്പോഴും ഞാൻ ഇത്രയും പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും ഇങ്ങനെ തന്നെ പെരുമാറാൻ സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പെരുമാറുമോ? ഇല്ല. സോ ഇവിടെയാണ് നമ്മൾ പാർട്ട് 2ലേക്ക് പോകുന്നത്, ദ ഹിഡൻ ബിഹേവിയറൽ നീഡ്സ്. അതായത് വൈ പീപ്പിൾ ആക്ട് ദ വേ ദേ ഡു. അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മാസ്ലോസ് ഹൈറാർക്കി നമ്മൾ പറഞ്ഞു. മാസ്ലോസ് ഹൈറാർക്കി ഒരു ജനറലൈസ്ഡ് നീഡ്, ഓരോ വ്യക്തിക്ക് ഉണ്ടാവേണ്ട നീഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. ഈ എക്സ്റ്റെൻഡഡ് വേർഷനിൽ ഓരോ വ്യക്തിയിലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സർട്ടൺ നീഡ്സ് ഉണ്ടാവും, അതിനെ ജസ്റ്റ് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന സർട്ടൺ നീഡ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കതിനെ പ്രൈമറി നീഡ്സ് ആൻഡ് സെക്കൻഡറി നീഡ്സ് ആയിട്ട് തിരിക്കാം. സോ ഈ പ്രൈമറി നീഡ്സിൽ, ആ പ്രൈമറി നീഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഹൂ ദേ ആർ എന്ന് പറയുന്ന ഒരു കോറായിട്ടുള്ള അയാളുടെ ഒരു നീഡാണ്. ഈ നീഡ് മെറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ നീഡ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ ദിസ് പേഴ്സൺ ഫീൽ സോ അൺകംഫർട്ടബിൾ, ആംഗ്രി ഒക്കെ ഉണ്ടാവും. സെക്കൻഡറി നീഡ്സിനെ പറ്റി പറയുമ്പോൾ സെക്കൻഡറി നീഡ്സ് എപ്പോഴും ഒരു ലെയറിന് താഴെയായിരിക്കും നിൽക്കുക. അതായത് ഇത് പെട്ടെന്ന് നമുക്കങ്ങനെ വിസിബിളായിട്ട് കാണാൻ പറ്റില്ല. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഒരു ഹൈ സ്റ്റേക്ക് സിറ്റുവേഷനിൽ, ഹൈ പ്രഷർ സിറ്റുവേഷൻ, ഹൈ സ്ട്രെസ് സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ മാത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, അത് മറ്റൊരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നീഡാണ് ഈ സെക്കൻഡറി നീഡ് എന്ന് പറയുന്നത്. പ്രൈമറി നീഡ്സിൽ നമ്മൾ മാപ്പ് ചെയ്യുന്ന മെയിനായിട്ടുള്ള 3 നീഡെന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ്, അപ്രൂവൽ ആൻഡ് അക്സെപ്റ്റൻസ്. സെക്കൻഡറി നീഡ്സിൽ നമ്മൾ മാപ്പ് ചെയ്യുന്നത് ഇൻ്റലിജൻസ്, പിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓർ പവർ. ദ ഫസ്റ്റ് പ്രൈമറി നീഡ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ആണ്. ഒരു വ്യക്തിക്ക് അയാളുടെ ആക്ച്വൽ ഇൻറ്റൻഷൻ, കോർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇമ്പോർട്ടൻസ്, ഇത് ഞാനാണ് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ്, ഒരു ഇൻറ്റേർണൽ ഇൻറ്റൻഷനോട് കൂടിയാണ് ആ വ്യക്തികൾ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ.
ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും അതിലെല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുക, ഡോമിനേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇവരെപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മളിത് ബിഗ് ബോസിൽ ബേസിസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചില ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ചില വ്യക്തികൾ വളരെ അവരുടെ ക്ലോസ് സർക്കിളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഈ എല്ലാവരും കൂടിയുള്ള ഗ്രൂപ്പ് സംസാരങ്ങളിലൊക്കെ പറയുന്നത് വെച്ചാൽ ഞാൻ ഈ ടാസ്ക് ഞാൻ കാരണമാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇത് ഇത്രയും ഇതിലേക്ക് വന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില ഡയലോഗുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്നെ ആരും ഞാൻ ചെയ്തതിനൊന്നും ഒരു വിലയില്ല, അല്ലെങ്കിൽ എന്നെ ആരും അങ്ങനെ നോട്ടീസൊന്നും ചെയ്തില്ല, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തതാ എന്നൊക്കെ പറയും. ഇതെല്ലാം അവരുടെ ഒരു ഇൻറ്റേർണൽ നീഡാണ്. അതിനെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള വ്യക്തികളെ കൃത്യമായിട്ട് ആരും അങ്ങനെ അഡ്രസ്സ് ചെയ്തില്ല, അല്ലെങ്കിൽ അത് നീ ചെയ്ത് കൊള്ളാം, അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ ദേ വിൽ എക്സ്പ്ലോർ. നെക്സ്റ്റ് നീഡ് എന്ന് പറയുന്നത് അപ്രൂവലാണ്. സോ അപ്രൂവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നീഡ് റീഅഷുറൻസ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു വാലിഡേഷൻ വേണം. അവർ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ സിഗ്നിഫിക്കൻസ് ഉള്ള നീഡുള്ള വ്യക്തികളെ പോലല്ല ഇവർക്ക് എല്ലാത്തിലും ഒരു വാലിഡേഷൻ ആവശ്യമാണ്. അതായത് ഇവർക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താകുമോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ വ്യക്തി എന്നെ പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്നോട് എന്തെങ്കിലും തോന്നുമോ, ഇങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് അവർക്ക് എപ്പോഴും പോകും. അതുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തികൾ വന്നിട്ട് പറയും എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് നോമിനേറ്റ് ചെയ്യേണ്ടി വന്നത് കേട്ടോ, അതുകൊണ്ട് എന്നോടൊന്നും തോന്നല്ലേ, എനിക്ക് വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ്, പ്ലീസ് ഡോണ്ട് അപ്സെറ്റ് വിത്ത് മീ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇവർ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഏത് സൈഡിൽ നിൽക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതായത് ഓവർ അപ്പോളജൈസ് ചെയ്യുക, ഒരുപാട് സോറി പറയുക. കാരണം ഇവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നൊരു റിജക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ദേ ഫീൽ ഹെഡ് ബ്രേക്ക്. ബിഗ് ബോസ് ഷോ കാണുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കുറച്ചുകൂടി ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ലാസ്റ്റ് ഒരു വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർക്കിടൈപ്സ് ബ്ലൂ പ്രിൻ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടൊരു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചുരുക്കി കുറച്ച് ഒരു 7-8 ആർക്കിടൈപ്സിലേക്ക് ചുരുക്കി തരാം. അങ്ങനെ ചുരുക്കി തരുമ്പോൾ ദർ ആർ സം ക്യാരക്ടേഴ്സ്. സോ ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു വ്യക്തി പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ഏതാണെന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഫൺ. അതായത് ഞാനും ഈ ബിഗ് ബോസ് കാണുന്ന ടൈമിൽ എപ്പോഴും ഞാൻ അതിനെ കാണുന്ന ഒരു സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളും എങ്ങനെയാണ് പെരുമാറുന്നത്, ബിഹേവിയർ അനാലിറ്റിക്കൽ വേ തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ബിലോങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പിൽ നിൽക്കണം, ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പിൽ എപ്പോഴും നിൽക്കണം. എപ്പോഴും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെപ്പോഴും ദേ വിൽ അവോയ്ഡ് ഫൈറ്റ്. അവരായിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ ഫൈറ്റ് അവോയ്ഡ് ചെയ്യാനും, അല്ലെങ്കിൽ അവർ സ്വയം ഫൈറ്റ്സ് അവോയ്ഡ് ചെയ്യും. അവർ ഫൈറ്റ്സ് ഉണ്ടാവാൻ അങ്ങനെ അധികം അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒന്നിച്ച് നിൽക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ ഇങ്ങനെ ഈ അക്സെപ്റ്റൻസ് പ്രൈമറി നീഡുള്ള ആളുകളിലാണ് കൂടുതലായിട്ടുണ്ടാവുക. അവരതുപോലെ തന്നെ വളരെ നന്നായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഇതെല്ലാം ഒരു ഫീലിംഗ് ക്ലോസ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഭാഗമാവുക. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഫൈറ്റ് ഒഴിവാക്കാൻ നോക്കും, നമുക്ക് യൂണിറ്റിയാണ് വേണ്ടതെന്നൊക്കെ പറയും. പക്ഷേ അവസാനം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഡ് ചെയ്യപ്പെടുക, ഏറ്റവും കൂടുതൽ ബിട്രേ ചെയ്യപ്പെടുക, ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് 3 അതായത് പ്രൈമറി നീഡ്സിൽ വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി നീഡ്സ് ആണ്. സെക്കൻഡറി നീഡ്സിലെ ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ നീഡ് ഇൻ്റലിജൻസ് ആണെങ്കിൽ എൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ ഒരു അൺസീൻ നീഡ് എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് കാണണം എന്നുള്ളതാണ്. സോ ബിഗ് ബോസിലെ കേസിൽ ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ഏറ്റവും കൂടുതൽ ലോജിക്കലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അവരെപ്പോഴും എല്ലാ കാര്യത്തിനും ഞാൻ ഭയങ്കര ലോജിക്കലാണ്, വളരെ ലോജിക്കലായിട്ട് എക്സ്പ്ലനേഷൻസ്, അല്ലെങ്കിൽ അവരെപ്പോഴും പറയുന്ന ചില ഡയലോഗുകളുണ്ട്. എനിക്കറിയാം ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് സംഭവിക്കുമെന്ന്, ഇതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഞാൻ അന്ന് പറഞ്ഞതല്ലേ, ഇങ്ങനെയുള്ള തരത്തിലുള്ള ഡയലോഗ്സുകൾ ഈ ഒരു ഇൻ്റലിജൻസ് നീഡായിട്ടുള്ള ആളുകളാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻറ്റ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ വ്യക്തിയെ ഈ ഇൻ്റലിജൻസ് നീഡായിട്ടുള്ള സെക്കൻഡറി നീഡായിട്ടുള്ള വ്യക്തികളെ നീ ഒരു ഡമ്പാണ്, അല്ല നീ ഒരു മണ്ടനാണ്, യൂസ്ലെസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇൻറ്റേർണലി ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഗ്രസീവ് ആവും, അല്ലെങ്കിൽ ഇൻസൾട്ടഡ് ആവും.
അപ്പോൾ ആ ഒരു ഇൻസൾട്ടിങ്ങും ഇവരെ ഇതാരാണോ പറയുന്നത് അവരുടെ നേരെ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു റീസൺ ആവുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ നീഡെന്ന് പറയുന്നത് പിറ്റി. അതായത് ഈ പിറ്റി നീഡായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, ഞാൻ ഇതിൻ്റെ പുറത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിളിലൂടെയാണ് ഇതിലേക്ക് വന്നത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പുറത്തും എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ അകത്ത് വന്നപ്പോൾ ആളുകൾ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുവാണ്, എനിക്കറിയില്ല എന്താണെന്ന്. അതായത് മറ്റുള്ള ആൾക്കാർക്ക് എന്നോടൊരു ഫീൽ ബാഡ്, അല്ലെങ്കിൽ പാവം, അല്ലെങ്കിൽ ഇവരോടൊരു പിറ്റി ഫീലിംഗ്, എന്തോരം കഷ്ടപ്പെട്ട് വന്നതാണ് എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഇതിവർ വളരെ ഫേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതവരുടെ ഒരു സർവൈവൽ മെക്കാനിസമാണ്. മറ്റുള്ളവരുമായിട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇവർ യൂസ് ചെയ്യുന്ന, അവരുടെ ഇൻറ്റേർണൽ നീഡായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു നീഡാണ്. നെക്സ്റ്റ് നീഡെന്ന് പറയുന്നത് സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ. ഈ വ്യക്തികൾക്ക് മറ്റുള്ളവരിലേക്ക് അവരെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അവരുടെ ഒരു വേർഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റെബലിയസ് ആണ്, ഭയങ്കര ബോൾഡാണ്. ഇങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് അവർ ഇൻറ്റേർണലി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് പൊതുവെ ബിഗ് ബോസിനെ പോലും ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ, എനിക്ക് ബിഗ് ബോസിനെ പേടിയില്ല, കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ചില വ്യക്തികൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് റൂളിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും. അവർ റൂൾ ബ്രേക്കേഴ്സ് ആയിരിക്കും. ഈ രീതിയിലുള്ള ആൾക്കാരാണ് സ്ട്രെങ്ത് നീഡായിട്ട് കൊണ്ടുവരുന്നത്. ഇവരെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരങ്ങ് അഗ്രസീവ് ആവും ഭയങ്കരമായിട്ട്. സോ ഇതാണ് ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഹിഡൻ നീഡ്സ് എന്ന് പറയുന്നത്, പ്രൈമറി നീഡ്സ് ആൻഡ് സെക്കൻഡറി നീഡ്സ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇതെങ്ങനെയാണ് ഓരോ പേഴ്സണാലിറ്റി ടൈപ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ പേഴ്സണാലിറ്റി ടൈപ്പ് അനുസരിച്ച് എങ്ങനെയാണ് ഇത് ചേഞ്ച് ആയി വരുന്നത് എന്നുള്ളതാണ്. വൈ പീപ്പിൾ ക്ലാഷ്. ഇതൊരു നീഡൊന്നുമല്ല, ദേ ആർ സ്റ്റൈൽസ്. അതായത് ഓരോ വ്യക്തിയും ഓരോ സാഹചര്യത്തിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അത് അവരുടെ ഒരു പേഴ്സണാലിറ്റി സ്റ്റൈൽ അനുസരിച്ചിരിക്കും. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ദ മോസ്റ്റ് മോഡേൺ പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് ബിഗ് 5 മോഡലാണ്. ബിഗ് 5 മോഡൽ പേഴ്സണാലിറ്റി ടൈപ്സിൽ 5 എലമെൻറ്റ്സ് വരിക. ഫസ്റ്റ് വൺ എക്സ്ട്രാവേർഷൻ, സെക്കൻഡ് എഗ്രിയബിൾനെസ്, തേർഡ് ന്യൂറോട്ടിസിസം, ഫോർത്ത് കൺസെൻഷ്യസ്നെസ്, ഫിഫ്ത്ത് ഓപ്പൺനെസ്. എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത് എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എക്സ്ട്രോവേർട്ടുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത്. അതായത് അവർ വളരെ ലൗഡായിരിക്കും, എനർജറ്റിക് ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ ദേ ലവ് അറ്റൻഷൻ. അറ്റൻഷൻ വളരെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരെ ഓപ്പണായിട്ടൊക്കെ പ്രശംസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഹാപ്പി ആവും, പ്ലഷർ ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്ട്രോവേർഷൻ കൂടുതലുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അവർ ഓപ്പണായിട്ട് ആർഗ്യൂ ചെയ്യും. ദേ ഗീവ് മോർ വാല്യൂ ഓൺ ഡ്രാമ. അതായത് ഡ്രാമ എന്ന് പറയുന്നത് ഓപ്പൺ ഡ്രാമ. ദേ സേ എ ലോട്ട് ഓഫ് ജോക്സ്. ഇതൊക്കെ എക്സ്ട്രോവേർഷൻ്റെ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഗ്രിയബിൾനെസ് പേഴ്സണാലിറ്റി ടൈപ്പ് ഡോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികൾ, അവർ കൈൻഡ് ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഇവർ കൂടുതലായിട്ടും കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഇവർ ഓൾറെഡി പീസ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെയുള്ള ഫൈറ്റുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതോട് അതിനുള്ളിൽ ട്രാപ്പായി പോകാനും, അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് ഹേർട്ട് ആവാനായിട്ടൊക്കെയുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇതാണ് എഗ്രിയബിൾനെസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിലേറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ നീഡ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടൈപ്പ്, ഇതൊന്നും ഒരെണ്ണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മളിലെല്ലാവരിലും ഇതിൻ്റെ എല്ലാ എലമെൻസും ഉണ്ട്. പക്ഷേ ഇതിലെ സേർട്ടൺ എലമെൻ്റ് ആയിരിക്കും നമ്മളിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക. ഞാൻ ആദ്യം പറഞ്ഞ ഡ്രൈവ് ആൻഡ് മോട്ടിവേഷൻ മുന്നോട്ട് പോവുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂറോട്ടിസമാണ്. ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ ഇവർ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും, ഓവർ തിങ്കേഴ്സ് ആയിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ക്യാമറ സ്പേസ് കിട്ടാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതൽ. അതായത് അവരായിരിക്കും ഏറ്റവും കൂടുതൽ, ഇവർ ഓവർ തിങ്കേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ദേ ഫീൽ അറ്റാക്ഡ്, അല്ലെങ്കിൽ ഇവർ ഒരുപാട് പെട്ടെന്ന് കരയുന്ന വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ക്രീൻ പ്രസൻസും ഒക്കെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതാണ്. ഇവരൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നൊന്നുമല്ല. പക്ഷേ ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ടൈപ്പിൻ്റെ ആ ഒരു സ്റ്റൈലിൻ്റെ പ്രത്യേകത കൊണ്ട്
ദ ക്യാമറ ലവ്സ് ദം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസെൻഷ്യസ്നെസ് ആണ്. കൺസെൻഷ്യസ്നെസ് കൂടുതലുള്ള ആൾക്കാർ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ടും റൂൾസ് ഒക്കെ അനുസരിച്ച് കറക്റ്റായിട്ട് എല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ റെബലിയസ് ആയിട്ടുള്ള ആൾക്കാർ, കയോട്ടിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഓപ്പോസിറ്റ് പോളിൽ വരുന്ന ആൾക്കാരാണ് റെബലിയസ് അല്ലെങ്കിൽ കയോട്ടിക് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർ. നെക്സ്റ്റ് വന്ന ഓപ്പൺനെസ് ആണ്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിരിക്കും, ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആൾക്കാരായിരിക്കും. അവർ ചിലപ്പോൾ എക്സ്പെരിമെൻ്റലൊക്കെ ആയിട്ട് തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ മോസ്റ്റ്ലി തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ ഓപ്പൺനെസ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിനുള്ളിലേക്ക് ഇപ്പം ബിഗ് ബോസ് ഒരു റൂള് കൊടുക്കും അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്കിൽ ഒരു ക്ലാരിറ്റി കുറവായിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിലൊരു ബിഗ് ബോസിനുണ്ടാവും, ഓക്കെ ഒരു ഗ്രൂപ്പിലേക്ക് കൊടുക്കുമ്പോൾ നോർമലി ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ആ ഒരു ഇൻസ്ട്രക്ഷൻസിൽ മറ്റെന്തെങ്കിലും ഒരു ഡയമെൻഷൻ ഉണ്ടോ എന്നൊക്കെ തിങ്ക് ചെയ്ത് അതിലൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് ഈ ഓപ്പൺനെസ് ഉള്ള ആൾക്കാർ. സോ ഇതാണ് 5 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി സ്റ്റൈൽസ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഒരു ആകത്തുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ബിഗ് ബോസ് ഷോയുടെ ആ ഒരു കംപ്ലീഷനിലേക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസ് എങ്ങനെയാണ് ഓരോ കണ്ടസ്റ്റൻറ്റിനെ ഇട്ട് ശരിക്കും ഒരു ഓരോ ദിവസത്തെയും കോണ്ടൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിനുള്ളൊരു ഡ്രാമ, ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ്, ഫൈറ്റ്, ഇത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന പാകത്തിൽ കണ്ടൻറ്റ് എന്നും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ്. സോ ഈ 3 പാർട്ടിലായിട്ട് പറഞ്ഞ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഹിഡൻ ബിഹേവിയർ നീഡ്സ്, പേഴ്സണാലിറ്റി ടൈപ്സ്, ഇതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കുറച്ച് ഔട്ട്കംസ് ഉണ്ട്. ഈ ഔട്ട്കംസിലാണ് അല്ലെങ്കിൽ ഈ ഔട്ട്കമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർവൈവൽ മോഡാണ്. അതായത് ഈ കണ്ടസ്റ്റൻസ് വീടിനുള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അവരുടെ ബേസിക് നീഡ്സ് കട്ട് ഓഫായി തുടങ്ങും. സ്ലീപ്പ്, ഫുഡ്. സോ ഇത്തവണത്തെ ടാക്റ്റിക്കലായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വരുന്ന കണ്ടസ്റ്റൻറ്റിൽ തന്നെ ചെറിയൊരു ടാസ്ക് നടത്തി. ആ ടാസ്ക് നടത്തിയതിന് ശേഷം അവിടെ ഒരു 3 പേര് വിന്നേഴ്സ് ആയിട്ടുണ്ട്. ആ വിന്നേഴ്സിന് ഒരു പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് കൊടുത്തു. അതായത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ ബിലോങ്ങിങ്സ് അവരുടെ കൂടെ ഇതിലേക്ക് ഹൗസിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ബിലോങ്ങിങ്സ് മാത്രമേ ബിഗ് ബോസ് കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് കൊടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിന്നറായ 3 പേരുണ്ടല്ലോ, ആ 3 പേരെന്ന് പറയുന്നത് വളരെ സ്മാർട്ടസ്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ കണക്കിലെടുക്കാം, കൺസിഡർ ചെയ്യാം. ആ ഒരു ടാസ്കിൽ അവർ സ്മാർട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ ഒരു കോൺഫിഡൻസ് ലെവലോട് കൂടിയായിരിക്കും അകത്തേക്ക് ചെല്ലുന്നത്. സോ അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് കാണപ്പെടാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് അവർക്കൊരു ബാഡ്ജ് കൊടുത്തു. ആ ബാഡ്ജ് അവരെപ്പോഴും കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കണം. അപ്പോൾ ആ ബാഡ്ജ് കെട്ടിക്കൊണ്ട് നടക്കുന്നതാണ് അവരുടെ പ്രിവിലേജ്. അവിടെ തന്നെ ബിഗ് ബോസ് എക്സ്ട്രാ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്, ഈ ബാഡ്ജ് നിങ്ങളുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രിവിലേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ബിലോങ്ങിങ്സിൽ കുറച്ച് സെലക്റ്റീവായിട്ട് ബിഗ് ബോസ് വീണ്ടും തിരിച്ചകത്തേക്ക് കൊണ്ടുപോകും. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 വ്യക്തികൾ കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റേബിളായിട്ട് അകത്തേക്ക് പോകേണ്ട 3 വ്യക്തികൾ സ്റ്റിൽ അവരൊരു ത്രെട്ട് വരുമോ എന്നുള്ള ഒരു ആൻഷ്യസ് ലെവലിൽ തന്നെയാണ് അകത്ത് നിൽക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ആ ഒരു ആൾക്കാർ അവർ ഈ ബാഡ്ജ് എങ്ങനെ സംഘടിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ കയ്യിലെടുക്കാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും അവരുടെ ചിന്ത. സോ ഒരു ഒരു ചെറിയ ലോകത്തിനുള്ളിൽ കുറച്ച് പേര് ത്രെട്ട് വരുമോ എന്നുള്ളതുപോലെ തന്നെ അലേർട്ടായിട്ടിരിക്കുന്നു. മറ്റു ചിലർ റിവാർഡിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങും. ഗെയിം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഒരു സർവൈവൽ മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുന്ന സോഷ്യൽ കൺഫ്യൂഷനാണ്. സോഷ്യൽ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വ്യക്തികൾ പെട്ടെന്ന് ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ബോണ്ട് ഉണ്ടാകുമ്പോൾ തന്നെ ഇതിലുള്ളവർക്ക് ഡിഫറെൻറ്റ് നീഡ്സാണ്. ചിലർക്ക് അപ്രൂവൽ ആയിരിക്കും വേണ്ടത്, ചിലർക്ക് പവർ ആയിരിക്കും വേണ്ടത്, മറ്റു ചിലർക്ക് അക്സെപ്റ്റൻസ് ആയിരിക്കും വേണ്ടത്. ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ മോസ്റ്റ്ലി ഇവരെല്ലാവരും സർവൈവൽ മോഡിലാണ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടാവാം, ശത്രുക്കൾ പെട്ടെന്ന് തന്നെ ക്രിയേറ്റഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുകയാണ്. സോ ഇത്തവണത്തെ ബിഗ് ബോസ് ഇതെല്ലാം കുറച്ചും കൂടെ കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി ഹൈ ആക്കി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ക്ലാഷാണ്. പേഴ്സണാലിറ്റി ക്ലാഷ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ട്രോവേർട്ടും ഒരു
വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ന്യൂറോട്ടിക് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളോടും വളരെ സെൻസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന, ഇമോഷണലി റിയാക്ട് ചെയ്യുന്ന, ഓവർ തിങ്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലാഷ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് ഒരു എക്സ്ട്രോവേർട്ട് പറയുന്ന ചില ജോക്കുകൾ ചിലപ്പം ഈ ന്യൂറോട്ടിക്കായിട്ട് ആൾക്ക് ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. സോ ദേ സ്റ്റാർട്ട് ദ ഡ്രാമ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു റൂൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഡിസിപ്ലിൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ റെബലിയസ് ആയിട്ടുള്ള വ്യക്തിയുടെ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു ആർഗ്യുമെൻറ്റോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് വേറൊരു രീതിയിലെടുത്താൽ ഞാൻ ഒരു പീസ് മേക്കർ എപ്പോഴും ഒരു സൈഡിൽ എപ്പോഴും പോകേണ്ടി വരും. അപ്പം സൈഡ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾ പിന്നീട് ഒരു ബിട്രയൽ അല്ലെങ്കിൽ ഒരു ചതിയനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്തവനായിട്ടൊക്കെ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഒക്കെ ക്രിയേറ്റ് ആവാനായിട്ടുള്ള സാധ്യത ഒരുപാടുണ്ട്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ എക്സ്റ്റേണൽ പ്രഷർ. അതായത് ബിഗ് ബോസിന് അറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല, അതൊരു സെറ്റ് ഓഫ് വ്യക്തികൾ, പ്രൊഫഷണൽസ്, എക്സ്പേർട്സാണ് ഇത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ദേ നോ എവിടെയാണ് പ്രഷർ കൊടുക്കേണ്ടത്, ആർക്കാണ് പ്രഷർ കൊടുക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. സോ ഇങ്ങനെയുള്ള പ്രഷർ വോട്ടിങ്ങിലൂടെ അതല്ലെന്നുണ്ടെങ്കിൽ നോമിനേഷനിലൂടെ എക്സ്റ്റേണൽ പ്രഷേഴ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡീപ്പ് ഫിയേഴ്സ്, അവരുടെ ഒരു ഡീപ്പ് ഫിയർ ട്രിഗർ ആവുകയാണ്. അതായത് കുറച്ച് കഴിയുമ്പോൾ അവർ ആ ഹൗസുമായിട്ട് അഡാപ്റ്റ് ആയിക്കഴിഞ്ഞാൽ ദേ ഫീൽ അത് അവരുടെ ഒരു ലോകമായി മാറും. അപ്പോൾ അവരുടെ ഫിയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവൈവൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സർവൈവൽ ഉള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും ഇമോഷണലി എക്സോസ്റ്റഡ് ആയി പോകുന്നതൊക്കെ. ഇതൊന്നും വളരെ റാൻഡമായിട്ടുള്ള കാര്യങ്ങളല്ല, ആൻഡ് ഇറ്റ്സ് നോട്ട് ഫേക്ക്. സോ ഇതുപോലെ തന്നെയാണ് കണ്ടസ്റ്റൻറ്റ്. ചില ആൾക്കാർ അതിലൂടെ ബ്രേക്ക് ഡൗൺ ആവും, ചില ആൾക്കാർ ഗ്രോ ചെയ്യും, ചിലർ ട്രാൻസ്ഫോം ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഷോ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഷോ എന്തുകൊണ്ടാണ് ഇത്ര അഡിക്റ്റീവായി മാറുന്നത്? ഇതിനുള്ളിൽ ഓരോ വ്യക്തികളും നമ്മളുടെ റിയൽ വേൾഡിലുള്ള നമ്മളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ റിലേറ്റഡ് ആവുന്ന പേഴ്സണാലിറ്റികളായിരിക്കും. ചില ആൾക്കാർക്ക് വളരെ റെബലിയസ് ആയിട്ടുള്ള വ്യക്തികളോട് ആയിരിക്കും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം. ചില ആൾക്കാർക്ക് വളരെ സമാധാന പ്രിയരായിട്ട് നടക്കുന്ന വ്യക്തികളോടായിരിക്കും താല്പര്യം. മറ്റു ചില ആൾക്കാർക്ക് ഇതിലൊന്നും പെടാതെ സേഫായിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കായിട്ട് ഒക്കെ മാറി പ്ലേ ചെയ്യുന്ന വ്യക്തികൾ ജയിക്കണം എന്നായിരിക്കും. സോ ഇതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും നമ്മളെ തന്നെയാണ് ഇതിനുള്ളിൽ റിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷോ വളരെ അഡിക്റ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ഇമോഷണൽ റിയാക്ഷൻ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി സീ അവർ സെൽഫ്സ് ഇൻ ദാറ്റ്. സോ ഇതാണ് ഈ ഷോയുടെ ഒരു ആക്ച്വൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക ഓരോ ക്യാരക്ടേഴ്സായിട്ട് ഒരു 8 പേരിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ട് ഒരു ആർക്കിടൈപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ആർക്കിടൈപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ ഓരോ കണ്ടസ്റ്റൻറ്റിനെയും അത് വെച്ചിട്ട് നമ്മൾ ഓരോ വ്യക്തികളെ കാണുമ്പോൾ ഇറ്റ് ഫീൽസ് മോർ ക്ലിയർ. നമുക്ക് ഓരോ വ്യക്തി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഈവൻ വി ക്യാൻ പ്രെഡിക്റ്റ് ഹൗ ദേ ആർ ഗോയിങ് ടു ആക്ട് ഇൻ സർട്ടൺ സിറ്റുവേഷൻസ്. സോ ഇതാണ് ഇതിലുള്ള ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ബ്ലൂ പ്രിൻറ്റ്. ഇതിൽ നമുക്ക് വരുന്നത് ആൽഫ, ദ വിക്ടിം, ദ ക്ലൗൺ, ദ സ്ട്രാറ്റജിസ്റ്റ്, ദ റെബൽ, ദ ലവർ, ദ ഫിലോസഫർ. ഇതിനകത്തൊക്കെ ട്രെയ്റ്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അത് ആൽഫ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എക്സ്ട്രാവേർഷൻ ഉണ്ട്, കൺട്രോൾ ഉണ്ട്, സ്റ്റാറ്റസ് നീഡ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇവരുടെ കോമൺ ബിഹേവിയർ, ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കോമൺ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കോളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഒരു റെബൽ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ആർക്കിടൈപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കോമൺ ബിഹേവിയർ എന്ന് പറയുന്നത് ദേ ചാലഞ്ച് റൂൾസ്, ദേ പ്രൊവോക്ക്, അവരെ എപ്പോഴും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ ബേസ്ഡ് ഓൺ ദിസ് ബ്ലൂ പ്രിൻറ്റ് 2, if you watch carefully you will know who each person is and what they want and what they are fighting for. So see you next time. This is Nitish Gopalakrishnan from Human Protocol.